400 വർഷം പഴക്കമുള്ള ഷജറത്തുൽ ഹയാത്ത്, ഉം. ജീവന്റെ മരം എന്ന് പറയുന്ന ഒരു മരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ചെയ്യാം. ബഹ്റൈനിലാണ് ആ മരമുള്ളത്. നമുക്ക് ഗൂഗിളിൽ അടിച്ചെടുത്താൽ തന്നെ ആ മരത്തിൻ്റെ ചിത്രം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു മരമാണ്. ഒരു 9-10 മീറ്റർ ഉയരമുള്ള ഒരു മരം. ശുദ്ധജലങ്ങളൊന്നും അതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊന്നുമില്ല. പക്ഷേ അതിൻ്റെ വേരുകൾ സാധാരണ ഒരു മരത്തിൻ്റെക്കാളപ്പുറത്ത് ഒരു 50 മീറ്റർ ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. ആ പ്രദേശത്ത് വെള്ളത്തിൻ്റെ സാധ്യതകളൊക്കെ വളരെ വിരളമാണ്. ഒരു 40 മീറ്റർ അകലെയായിട്ടൊക്കെയാണ് ഇതിൻ്റെ ബഹ്റൈൻ തലസ്ഥാനമായിട്ടുള്ള മനാമയിൽ നിന്ന് 40 മീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു മരമുള്ളത് എന്ന്. അപ്പം മരത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരണമെന്ന് വെച്ചാൽ മരത്തിൻ്റെ വിശേഷം പറയാനല്ല, ഈ ഒരു മരത്തിൻ്റെ സവിശേഷത പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തനീയമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കൂട്ടത്തിൽ പറയുന്നത് അബ്ദുൾ സാറിന് എങ്ങനെ തോന്നിയിട്ടുണ്ടെന്നറിയില്ല, വയനാട്ടിലൂടെ കൂടെ ഒക്കെ പോകുമ്പോൾ ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ചെറിയ യാത്രയാണെങ്കിൽ പോലും ഈ മരങ്ങൾ എങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ചില മരങ്ങൾ അതിമനോഹരമായ സൗന്ദര്യമുള്ള മരങ്ങൾ, ഓരോ മരങ്ങൾക്കും അതിൻ്റെ ഇലകളാവട്ടെ അത് റോട്ടിലേക്ക് ഇങ്ങനെ തൂങ്ങി എന്തൊക്കെയോ നമ്മോട് പറയുന്ന പോലെ നമുക്ക് തോന്നും. പ്രത്യേകിച്ച് വയനാട്ടിലേക്കുള്ള യാത്രയിലൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഒരുപാട് മരങ്ങൾ കാണലുണ്ട്. ഇപ്പോൾ ഡെയിലി നമ്മൾ പോകുന്ന പ്രദേശങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് റോഡ് സൈഡിലൊക്കെയുള്ള മരങ്ങൾക്ക് ചില സവിശേഷതകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. മരത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിലൊക്കെ മരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ഇലയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഒക്കെ നമുക്ക് ഒരു കണക്ഷൻ അവിടെ ഉണ്ട്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു മരം ഷജറത്തുൽ ഹയാത്ത് അത് പ്രതികൂലമായ ഒരു നിലക്കും നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത, ചുറ്റും ഒരു മരങ്ങളുടെ സാന്നിധ്യമില്ലാത്തൊരു പ്രദേശത്ത് ഒരു മരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ 400 വർഷത്തിലധികം ആയിട്ട് നിലനിൽക്കുന്ന ഒരു മരം, ഇതെന്താണ് നമുക്ക് നൽകുന്ന പാഠം? പ്രകൃതിയിലുള്ള ഓരോ പ്രതിഭാസങ്ങളിലും ചില അപൂർവതകളിൽ ചില സാധാരണമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ പ്രകൃതിയിലുണ്ടാവും. ഇതിലൊക്കെ ഒരു മനുഷ്യനെന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് ചിന്തിക്കാനുണ്ട്? തീർച്ചയായും വളരെയധികം കാര്യങ്ങൾ ഉണ്ട്. പ്രതികൂലമായ കാലാവസ്ഥകൾ അല്ലെ, മനുഷ്യനും ഒരുപാട് വരാം. പ്രതികൂലമായ സാമ്പത്തികമായുള്ള കമ്മി, അതൊരു പ്രതികൂല അവസ്ഥയാണ്. വിദ്യാഭ്യാസത്തിന്റെ കുറവ്, അതേപോലെ ബുദ്ധിപരമായ ചില വെല്ലുവിളികളൊക്കെ, അല്ലെങ്കിൽ അവയവങ്ങൾക്കുള്ള പരിമിതികൾ ഒക്കെ മനുഷ്യന് വെല്ലുവിളികളാണ്. പക്ഷേ ഈ ഒരു മരത്തെ പോലെ ആ വെല്ലുവിളികളെ അതിജീവിച്ച് ഒരു സർവൈവ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന് ഈ മരത്തിൽ നിന്നുള്ള വളരെ വലിയ ഒരു പാഠം തന്നെയാണ്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് നിലനിന്ന് പോവുക എന്ന് പറയുന്നതല്ല മികവ്. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കഴിയുക, സർവൈവ് ചെയ്യാൻ കഴിയുക അതും മനുഷ്യനിൽ അങ്ങനെ ഒരു കഴിവുണ്ട്. അത് ഈ പ്രകൃതിയിൽ പലതിനും വന്ന് കൊടുത്ത പോലെ നമുക്കതുണ്ട്. അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്, ഇവിടെ അങ്ങനെ ജീവിച്ച് സർവൈവ് ചെയ്ത് പോകുന്നുള്ളതല്ല, ജീവിതത്തിനൊരു എയിമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മരണാനന്തരമാണ്. പക്ഷെ മരിക്കുന്നവരെ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ടാവും, ചില താല്പര്യങ്ങൾ നമുക്കുണ്ടാവും. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾക്ക് ഈ ജീവിതം കടന്നു പോകണം, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. അതിൽ നമുക്ക് പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തരണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തേടി പിടിക്കേണ്ട കാര്യങ്ങളുണ്ട്. മരത്തിൻ്റെ വേര് പറയുന്നൊരു കാര്യം, മരത്തിൻ്റെ വേര് അവിടെ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള നനവ് മാത്രം ഉൾക്കൊണ്ട് അങ്ങോട്ട് നനവ് വന്നതല്ലല്ലോ. അതിൻ്റെ ഒരു 50 മീറ്റർ ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ട് എന്ന് വരെ നിഗമനം പറയുന്നതിന് ശാസ്ത്രീയം അതിനൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വേര് നനവിനെ, വെള്ളത്തെ തേടി പോവുകയാണ്. അപ്പോൾ ആ തേടിപ്പോകുന്നതിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തേടിപ്പോവുക തന്നെ വേണ്ടി വരും. കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും സക്സസ് ആകാൻ ചാൻസ് കുറവാണ്. നമ്മളെ കേരളീയരെ സംബന്ധിച്ച് ഇത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് പറയേണ്ടതുണ്ടെങ്കിലും ഒരു കാലത്ത് നമുക്കിത് പറയേണ്ടതില്ല. കാരണം കേരളത്തിലെ ഒരു ദാരിദ്ര്യമായ സാഹചര്യം, അതിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയ ആളുകൾ, ആദ്യം ബർമയിലേക്കാണ് ആളുകൾ പോയിരുന്നത്, പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കൊക്കെ പോകുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ആ മരുഭൂമിയിൽ ആളുകൾ ചെന്ന് കഷ്ടപ്പെട്ട് അവിടുത്തെ സാഹചര്യങ്ങളോട് മല്ലിട്ട് നമ്മുടെ നാട്ടിലേക്ക് ക്യാഷ് അയച്ച് കുടുംബത്തിനെയും വളർത്തി നാടിനെയും വളർത്തി കേരളം ഇന്ന് കാണുന്ന ഒരു
എല്ലാ വിഷയത്തിലും നമ്പർ 1 ആയതിൻ്റെ ഒരു പ്രധാന കാരണം ഗൾഫിലുള്ള ആളുകളുടെ അധ്വാനം തന്നെയാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലേക്ക് പറിച്ചു നട്ടാലും അവിടെ സർവൈവ് ചെയ്ത് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവ് നമ്മുടെ പഴയ തലമുറക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ ചേർത്ത് ഇപ്പം നല്ല പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറഞ്ഞത്. അതുപോലെ എനിക്ക് തോന്നിയ കാര്യം, ഈ നമ്മൾ ഏതൊരു സംഗതിയുടെയും ബാഹ്യവും ആന്തരികവുമായ കാര്യമുണ്ട്. ആന്തരികമായ വളർച്ചയാണ് പലപ്പോഴും ബാഹ്യമായ വളർച്ചയ്ക്ക് കരുത്തായി തീരുന്നത്. അപ്പം ആ മരത്തിൻ്റെ ആന്തരികമായൊരു വളർച്ച പറഞ്ഞാൽ ആ വേരിൻ്റെ വളർച്ചയാണ്. ആ വേരിൻ്റെ വളർച്ചയാണ് അതിൻ്റെ ബാഹ്യമായ ആ മരം അത്രയും ഉയരത്തിൽ അവിടെ ഇപ്പോഴും പച്ചപ്പോട് കൂടി നിലനിൽക്കുന്നത് വേര് വളരുന്നതുകൊണ്ടാണ്. ഒരു മനുഷ്യൻ വളരുന്നത് അവൻ്റെ ആന്തരിക വളർച്ച ഉണ്ട്, മനസ്സിൻ്റെ വളർച്ച. ആ മനസ്സിൻ്റെ വളർച്ച ഏറ്റവും അധികം ആ വളരാൻ ആ വളർച്ചയ്ക്ക് ഏറ്റവും ജീവൻ കൊടുക്കുന്നത് ആത്മാവിൻ്റെ ആ ഒരു ജീവൻ തന്നെയാണ്. ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതോടുകൂടി ശരീരത്തിൻ്റെ കനമോ ശരീരത്തിൻ്റെ മിടിപ്പോ ഇതിനൊന്നും പ്രസക്തി ഇല്ലാതെ പോകണം. അപ്പോൾ ആത്മാവിനെ വളർത്താൻ വേണ്ട പോഷണമാണ്. അത് തേടി പിടിച്ച് നമ്മൾ എത്തുമ്പോൾ നമ്മളെന്ന മനുഷ്യൻ വളരുന്നു. വളരണം, ജീവിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഈ തവക്കുൽ, ഇസ്തിഖാമ എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഭാഗം തന്നെയാണ് അല്ലേ? പിന്നെ വേറെ പുസ്തകത്തിൽ വായിച്ചു ഓർക്കുന്നുണ്ട്, നമ്മൾ ഈ ചെടികൾ നട്ടു വളർത്തിയ ചെടികളൊന്നും വലിയ മരങ്ങളാവാറില്ല. മറിച്ച് സ്വയമേ വളർന്ന് സ്വന്തം അതിൻ്റെ നനവ് കണ്ടെത്തിയ അല്ലെങ്കിൽ വേരുകൾ സ്വന്തമായിട്ട് വളർന്ന മരങ്ങളാണ് വലിയ മരങ്ങളായി മാറാറുള്ളത് എന്നാണ്. നട്ടു വളർത്തുന്നൊക്കെ ചെറിയ കുഞ്ഞു ചെടികളായിട്ട് നിലനിൽക്കും. അപ്പോൾ സ്വന്തമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണമെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കണ്ടെത്തി അന്വേഷിച്ച് മറ്റുള്ളവരുടെ തണലിൽ നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ആളുകളായി മാറുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കൂടി അതിൽ നമുക്ക് ചേർത്ത് വെക്കാം. വീഡിയോ വരുമ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ആ മരത്തിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചേർത്ത് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷജറത്തുൽ ഹയാത്ത് അല്ലെങ്കിൽ ജീവമരം, ട്രീ ഓഫ് ലൈഫ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് ആ മരത്തെക്കുറിച്ച് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള എന്തെങ്കിലും ശ്രദ്ധേയമായ കാര്യങ്ങൾ, മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് ഫീഡ്ബാക്ക് സെഷനിലൂടെ കൈമാറാം. ഓക്കെ.